ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയിലെ 22ാമത്തെ വീഡിയോ. വുളു മുറിയുന്ന കാര്യങ്ങൾ ഒന്നും രണ്ടും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നും നാലും കാര്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ തന്നെ നമുക്ക് ചർച്ചകളിലേക്ക് പോകാം. ഒന്നും രണ്ടും ആ ഭാഗം കണ്ടതിന് ശേഷം ഇത് കാണുന്നതാണ് നല്ലത്. 3. വത്താലിഫ്, മൂന്നാമത്തെ കാര്യം, മസ്സു ഫർജി ആദമീൻ. ആദമീന്റെ ഫർജ് മസ്സ് സ്പർശിക്കുക. ഫർജ് ഗുഹ്യസ്ഥാനം, ആദമീ മനുഷ്യൻ. ബി ബത്നിൽ കഫി, കഫ് എന്ന് പറഞ്ഞാൽ ഉള്ളങ്കൽ. ഇതിന്റെ പള്ള, ബത്വന് ലഹ്റ്. അപ്പൊ ബത്വന് കൊണ്ട് ഫർജ് സ്പർശിച്ചാൽ വുളു മുറിയും. കഴിഞ്ഞ ചർച്ച കേട്ടാൽ അത് ശേഷം പെട്ടെന്ന് മനസ്സിലാവും. കുബുലൻ കാന ഔ ദുബുറൻ, മുൻദ്വാരാണെങ്കിലും പിൻദ്വാരാണെങ്കിലും വുളു മുറിയും. സലീമൻ ഔ അശല്ല, അത് നേരെ ചൊവ്വ വർക്ക് ചെയ്യുന്നതിന് സലീം എന്ന് പറയും. ഔ അശല്ല, വർക്ക് ചെയ്യാതെ ഒരു കേവലം അവയവമായി കിടക്കുന്നതിന് അശല്ല് എന്ന് പറയും. മുത്തസ്വിലൻ ഔ മുൻഖത്തിയാൻ, അത് ചേർന്ന് നിൽക്കുന്നതോ മുറിക്കപ്പെട്ടതോ ആണെങ്കിലും തൊട്ടാൽ വുളു മുറിയും. വലോലി മയ്യത്തിൻ ഔ സ്വഗീരിൻ, മയ്യത്തിന്റെ അതായത് മരണപ്പെട്ട ഒരു ശരീരത്തിൽ നിന്നുള്ളതാണെങ്കിലും വുളു മുറിയും. ഔ സ്വഗീരിൻ, ചെറിയ കുട്ടിയുടേതാണെങ്കിലും ലൈംഗികാവൻ സ്പർശിച്ചാൽ വുളു മുറിയും. അംദൻ കാനൽ മസ്സു ഔ സഹ്വൻ, അംദൻ ബോധപൂർവമാകട്ടെ, കാനൽ മസ്സു ആ സ്പർശം ബോധപൂർവമാകട്ടെ, ഔ സഹ്വൻ മറന്നുകൊണ്ടാണെങ്കിലും വുളു മുറിയും. വലാ യൻഖുദു മസ്സുൽ ആനത്തി, എന്നാൽ വലാ യൻഖുദു വുളു മുറിയുകയില്ല, മുറിക്കുകയില്ല, മസ്സുൽ ആനത്തി, എന്ത്? ആനത്ത് സ്പർശിക്കുക. ആനത്ത് എന്ന് പറഞ്ഞാൽ ഗുഹ്യരോഗം. വബാത്തുനിൽ അലിയത്തി, അലിയത്തിന്റെ ഉൾഭാഗം സ്പർശിച്ചാല് വുളു മുറിയുന്നതല്ല. ഫൈനൻ നാഖിള മിനദ് ദുബുരി, പിൻദ്വാരത്തിൽ വുളു മുറിയുന്ന ഭാഗം എവിടെയാണ്? മുൽത്തഖൽ മംഫദി, ഒരു ദ്വാരം ഉണ്ടാവും. ആ ഇതൊരു ദ്വാരമാണ് സങ്കല്പിച്ചാൽ ഇവിടെ ഉള്ള ഈ ഒരു ഭാഗം, ഇതാണ് മുൽത്തഖ. ഇവിടെ സ്പർശിച്ചാൽ വുളു മുറിയും. ഇങ്ങനെയാണ് അതിന്റെ മസാല. വല്ലുൻസയൈനി, അതുപോലെ വൃഷ്ണങ്ങൾ, പുരുഷന്റെ ലൈംഗികാവയവത്തിന്റെ കൂടെ ഉള്ളതാണ് വൃഷ്ണങ്ങൾ. അത് സ്പർശിച്ചാൽ വുളു മുറിയുകയില്ല. വലാമാ ഖുതിഅ മിനൽ ഖിതാനി, ഇത് തൊടണം എന്നല്ല ഈ പറയുന്നത്, തൊട്ടാൽ വുളു മുറിയുമോ എന്നത് മാത്രമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. വലാമാ ഖുതിഅ ഫിൽ ഖിതാനി, വലാമാ ഒരു ഭാഗവും തൊട്ടാൽ വുളു മുറിയില്ല. ആ ഒരു ഭാഗം ഖുതിഅ മുറിക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖിതാനി, ചേലാകർമ്മം ചെയ്യുക. വലാ മസ്സുൽ ഫർജി, അതുപോലെ ഫർജ് തൊട്ടാൽ വുളു മുറിയില്ല. എങ്ങനെ? ബി റുഊസിൽ അസ്വാബിയ, നമ്മളിപ്പോ പറഞ്ഞത് ഇതുകൊണ്ടല്ലേ, ഇതാണ് ഉള്ളങ്കൈ. അതേസമയത്ത് ഇതുകൊണ്ട് തൊട്ടാൽ വുളു മുറിയില്ല. ഇതാണ് റുഊസ്, തല. റുഊസ്, അസ്വാബി വിരലുകളുടെ തല കൊണ്ട് തൊട്ടാൽ വുളു മുറിയില്ല. വലാമ ബൈനഹ, ഇതുകൊണ്ട് തൊട്ടാലും വുളു മുറിയില്ല, ഈ ഭാഗം. ഹർഫിഹ, അതുപോലെ അതിന്റെ ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ അറ്റം, ഈ ഭാഗങ്ങളൊക്കെ അറ്റമായിട്ട് പരിഗണിക്കും. ഈ ഹർഫിർ റാഹത്തി, ഇതും ഹർഫുർ റാഹത്ത് ഉള്ളങ്കൈ, ഇതിന് ഹർഫ്, ഈ അരുഭാഗം. വലാ യൻതഖിദു വുളൂഉൽ മംസൂസ്, വലാ യൻതഖിദു മുറിയുന്നതല്ല, വുളൂഉൽ മംസൂസ്, തൊടപ്പെട്ട ആളുടെ വുളു മുറിയുന്നതല്ല. തൊട്ട ആളുടെ വുളു മുറിയും, തൊടപ്പെട്ട ആളുടെ വുളു മുറിയുന്നത്. ഇനി അടുത്ത വിഷയം, നാലാമത്തേത്, റാബിഅ തലാഖി ബശറത്തൈ ദക്കരിൻ വ ഉൻസ കബീറൈനി അജ്നബിയൈനി. തലാഖി തഫാഅല വസ്നാണ്, തലാഖ. അതിന്റെ മസ്ദറാണ് തലാഖി ബശറത്തൈ, ബശറത്ത് അതിന്റെ തസ്നിയാണ് ബശറത്തൈനി എന്നുള്ളതിനെ ദക്കറിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ ബശറത്തൈ ദക്കരിൻ, പുരുഷന്റെ തൊലികൾ, വ ഉൻസ സ്ത്രീയുടെയും. അപ്പം സ്ത്രീയും പുരുഷനും ഉള്ളത് കൊണ്ടാണ് ബശറത്തൈനി ആയത്.
ഇപ്പൊ തൊലി തമ്മിൽ സ്പർശിക്കുക, തലാഖി എന്ന് പറഞ്ഞാൽ തമ്മിൽ സ്പർശിക്കുക. കബീറൈനി വലിയവരായ, അജ്നബിയൈനി അന്യരായ, അജ്നബിയായ അന്യരായ. വൽ മുറാദു ബിൽ കബീരി ഹുനാ മൻ ബലഗ ഹദ്ദൻ യുസ്തഹാ ഫീഹി ഉർഫൻ ഗാലിബൻ. സാധാരണഗതിയിൽ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായത്തിലുള്ളതിനാണ് കബീർ എന്ന് പറയുക. ഐന്ദ അർബാബി തുബാഇ സലീം, സാധാരണ ഒരു നേരെ ചൊവ്വയുള്ള ആൾക്കാരുടെ ഇടയിൽ. ഐ ഫീൽ ഗാലിബി ഇന്ദ അർബാബി തുബാഇ സലീം, സാധാരണഗതിയിൽ ഉള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ സാധാരണഗതിയിൽ വലിയവരായ ആൾക്കാരുടെ തൊലി കൊണ്ട് പരസ്പരം തൊട്ടാൽ, തൊലി തമ്മിൽ ചേർന്നാൽ വുളു മുറിയുന്ന കാര്യമാണ്. വലോബി ഇക്രാഹിൻ, ഇനി അത് നിർബന്ധിച്ചിട്ടാണെങ്കിൽ തൊട്ടതെങ്കിലും, ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പരസ്പരം സ്പർശിച്ചാലും നോമ്പ് വുളു മുറിയും. ഔ ബിലാ ശഹുവത്തിൻ, വികാരമില്ലാതെ സ്പർശിച്ചാലും വുളു മുറിയും. സവാവുൻ അൽ ലാമിസു വൽ മൽമൂസു, തൊട്ട ആളും തൊടപ്പെട്ട ആളും ഇതിൽ വുളു മുറിയും, രണ്ടാളുടെ വുളു മുറിയും. ലാക്കിൻ, എങ്കിലും ലാ യന്തഖിദു വുളുഉൽ മയ്യിത്തി, മയ്യിത്തിനെ തൊട്ടാൽ മയ്യിത്തിന്റെ വുളു മുറിയും. മയ്യിത്ത് പുരുഷനാണ്, ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ് തൊടുന്നത്, അല്ലെങ്കിൽ മയ്യിത്ത് സ്ത്രീയാണ് ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷനാണ് തൊടുന്നത്. അതുകൊണ്ട് മയ്യിത്തിന്റെ ഉണ്ടാക്കി കൊടുത്ത ശുദ്ധി മുറിയുന്നത്. വലാ നഖ്ല, മുറിയുന്ന പ്രശ്നം ഇല്ല. ബിലംസി, ഇവിടെ അല്ലാമിസു വൽ മൽമൂസു എന്ന് പറയുമ്പോൾ ഒരാള് സംശയം ചോദിച്ചിട്ടുണ്ട്. തൊട്ടാളും തൊടപ്പെട്ട ആളും അത് ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ ആകുമ്പോഴല്ലേ തൊടല് വിഷയാകുന്നത്. അപ്പൊ ലാമിസത്തു വൽ മൽമൂസു അല്ലെങ്കിൽ ലാമിസു വൽ മൽമൂസത്തു എന്ന് പറയണ്ടേ, അതൊരു പ്രയോഗമാണ്. സൗജി സൗജത്ത് എന്നൊക്കെ പ്രയോഗിക്കുന്നത് പോലെ ഈ പ്രയോഗമാണ് ഇവിടെ. അവിടെ തൊട്ടാളും തൊടപ്പെട്ട ആളും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ലാമിസ് എന്ന് തന്നെ പ്രയോഗിക്കാം. വലാ നഖ്ല ബിലംസി ഗൈരിൽ ബശറത്തി, വലാ നഖ്ല വുളു മുറിയുന്ന പ്രശ്നമില്ല. ബിലംസി തൊടുന്നത് കൊണ്ട്. ഗൈരിൽ ബശറത്തി, ബശറത്ത് തൊലി അല്ലാത്തത് തൊട്ടാൽ വുളു മുറിയില്ല. അതെന്താ ഇവിടെ തൊലി അല്ലാത്ത ഏതാ? വഹുവ, അത് ഹുന ഇവിടെ, അശ്ശാറു മുടി, വസ്സിന്നു പല്ല്, വല്ലുഫുറു നഖം, വ ബാത്തുനുല്ലൈനി കണ്ണിന്റെ ഉള്ള്, കണ്ണിന്റെ ഈ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഉള്ള്, ഇതൊക്കെ ആണ് ഇവിടെ പറഞ്ഞത്. ഇത് തൊട്ടാൽ വുളു മുറിയില്ല. വലാ ബിലംസി മൻ, ഒരാളെ തൊട്ടാൽ വുളു മുറിയില്ല. വലാ ബിലംസി മൻ, മൻ എന്ന് പറഞ്ഞാൽ ഒരാള്, ലംസു തന്ന തൊടുക, ബി ലംസി തൊടല് കൊണ്ട് വുളു മുറിയില്ല. ആ ഒരാള് ലായുസ്തഹ, ആഗ്രഹിക്കപ്പെടാത്ത, കണ്ടാൽ ഒരു കണ്ടാൽ മോഹം തോന്നാൻ സാധ്യത ഇല്ലാത്ത ഒരാളെ തൊട്ടാൽ വുളു മുറിയില്ല. ഉറുഫൻ സാധാരണഗതി, ഗാലിബൻ മിക്കവാറും എന്ന് പറഞ്ഞാൽ വളരെ പ്രായം ചെന്ന ഒരാളെ തൊട്ടാൽ വുളു മുറിയില്ല. തീരെ ചെറിയ കുട്ടിയെ തൊട്ടാൽ വുളു മുറിയില്ല. പല മഹറമിൻ, മഹറമിനെ തൊട്ടാൽ വുളു മുറിയില്ല. ബിനസബിൻ, നസബ് കൊണ്ടോ നസബ് എന്ന് പറഞ്ഞാൽ രക്തബന്ധം, ഉറലായിൻ മുലകുടി ബന്ധം, മുസാഹറത്തിൻ അല്ലെങ്കിൽ വിവാഹബന്ധം, വിവാഹബന്ധത്തിലൂടെയുള്ള മഹറം, അങ്ങനെയുള്ള മഹറമിനെ തൊട്ടാൽ വുളു മുറിയുന്നതല്ല. വലാ ബിത്തലാഖി അർറജുലൈനി വൽ മർഅത്തൈൻ, പുരുഷനും സ്ത്രീയും പരസ്പരം, പുരുഷന്മാർ പരസ്പരം തൊട്ടാൽ, രണ്ട് പുരുഷന്മാർ പരസ്പരം തൊട്ടാൽ വുളു മുറിയുന്നതല്ല. വൽ മർഅത്തൈൻ, രണ്ട് സ്ത്രീകൾ പരസ്പരം തൊട്ടാൽ വുളു മുറിയും. വലാ ബിലംസിൽ ഉളുവി അൽ മുബാനി, വേർപെടുത്തപ്പെട്ട അവയവം തൊട്ടാൽ വുളു മുറിയുന്നതല്ല. വേർപെടുത്തപ്പെട്ടൊരു അവയവം അത് തൊട്ടാൽ വുളു മുറിയൂല. വലവിസ്തബഹത് മഹ്റമുഹു, നീ ഒരാളുടെ മഹറം പെട്ടെന്ന് കൺഫ്യൂഷനായി, അജ്നബിയാത്തിന്, ഒരു പുരുഷൻ നിൽക്കുകയാണ്, അയാളുടെ മഹറമായ ഒരു സ്ത്രീ, ഭാര്യ, ഉമ്മ അല്ലെങ്കിൽ പെങ്ങള്, അവര് പെട്ടെന്ന് തിരിയാതായിപ്പോയി. അതായത് അവരെ തൊട്ടപ്പോ ഫലമസ വാഹിദത്തിന്, ഒരാളെ തൊട്ടു, ജനബിയാത്തുണ്ടതില്, മിൻഹുന്ന, ആ കൂട്ടത്തിൽ ഒരാളെ തൊട്ടു, ലം യന്തഖിൽ, വുളു മുറിയില്ല. അതായത് ഭാര്യ ആണോ അല്ലേന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ഇത് വന്നു, കൺഫ്യൂഷൻ വന്നു, എന്നാൽ അവിടെ വുളു മുറിയില്ല. തൊട്ടു എന്ന് ഉറപ്പായാലേ വുളു മുറിയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷനിൽ വീണ്ടും നമുക്ക് ഇതേ ഉദ്ധരണികൾ വെച്ചിട്ട് തന്നെ നമുക്ക് തീർക്കാവുന്നതാണ്. അപ്പൊ വുളു മുറിയുന്ന നാലാമത്തെ കാര്യം പറഞ്ഞത്, വലിയവരായ പുരുഷനും സ്ത്രീയും പരസ്പരം സ്പർശിച്ചാലാണ് വുളു മുറിയുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇബാദത്തിന്റെ ആ താല്പര്യത്തിലുള്ള മാനദണ്ഡത്തിലുള്ള ആ ഒരു ഇത് നഷ്ടപ്പെടുന്നതായതുകൊണ്ടാണ് വുളു മുറിയുന്നു എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഈ ഒരു സമയം ദീനിന്റെ ഇൽമിനു വേണ്ടി ചെലവഴിക്കുന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.